നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തേക്കുന്ന ഒരു വാർഡ്രോബ് കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഒരു 5 ഡോറിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു പോർഷനിൽ ഫസ്റ്റ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫുള്ള് സ്റ്റോറേജ് ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഓപ്പൺ ഷെൽഫ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും ഇവിടെ വരുമ്പോൾ ഈ സൈഡ് ഒരു ഫുൾ സ്റ്റോറേജ് സ്പേസ്, പിന്നെ ഇവിടെ ഒരു വലിയൊരു സ്റ്റോറേജ്, വലിയ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു പോർഷനിൽ ഒരു ഡ്രോവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹാങ്ങിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് നമ്മൾ ഈ ഒരു പോർഷനിൽ ഫുള്ള് നമ്മൾ സ്റ്റോറേജ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ സൈഡിലേക്ക് വരുമ്പോൾ ഇതൊക്കെ പ്രീലാമിനേറ്റഡ് HDHMR ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഇൻസൈഡ്, അതായത് ഈ അകത്ത് വരുന്ന ഈ കർക്കേസ് എന്ന് പറയുന്ന സാധനം, ഇത് ഫുള്ളായിട്ടും HDHMR പ്രീലാമിനേറ്റഡിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്ക് പാനലിങ് വരുമ്പോൾ ഈ വൈറ്റ് കാണുന്നത് PVC ലാമിനേഷൻ ഷീറ്റാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ചെയ്തു. ഡോറിലേക്ക് വരുമ്പോൾ ഇത് നമ്മൾ പ്ലൈവുഡിൽ മൈക്ക പ്രസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഇൻസൈഡ് ബാക്ക് സൈഡ് വരുന്ന ഈ ഒരു പോർഷനിൽ വരുന്നത് ലൈനർ മൈക്ക കൊടുത്തേക്കുന്നത്, ലിനൻ ലൈനറാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഴുക്കിൻ്റെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ ആ രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഫ്രണ്ട് ഫിനിഷ് ഒരു മാറ്റ് ഫിനിഷിൽ വരുന്ന ഒരു കോഫി കളർ ഒരു മൈക്കാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ബാൻഡിങ് ഒക്കെ 0.8 തിക്നെസ്സിലുള്ള എഡ്ജ് ബാൻഡാണ് ഇത്. ഒരുപാട് ബജറ്റ് ആകാത്ത രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. പിന്നെ ഇനി ഇതിൻ്റെ സൈസ് വരുന്നത് നമ്മൾ ടോട്ടൽ ലെങ്ത്, ഈ വാൾ ടു വാൾ ലെങ്ത് വരുന്നത് 3.10 ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്, ഈ ഒരു ഹൈറ്റ് വരുന്നത് 2.10 ആ രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇതിൽ നമ്മളൊരു 2.30 ഈ ഒരു യൂണിറ്റ് നിർത്തിയേക്കുന്നത്. 2.30 വരുന്ന രീതിയിൽ. ബാക്കി ഒരു 80 സെൻറ്റിമീറ്ററിലാണ് ഈ മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ എല്ലാവരും ഈ സ്ക്വയർ ഫീറ്റ് റേറ്റ് ചോദിക്കും. പ്രത്യേകിച്ച് വാർഡ്രോബിൻ്റെ കേസിലെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന രീതി അനുസരിച്ചിട്ടാണ് റേറ്റ് വരുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു വിഡ്ത്ത് 42 സെൻറ്റിമീറ്ററിലാണ് ഇത് ഫിനിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബജറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. ബജറ്റഡ് എന്ന് പറഞ്ഞാൽ ഇത് അത്യാവശ്യം ഒരു പ്രീമിയം റേഞ്ചിൽ ചെയ്തേക്കുന്ന വർക്കാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു കോസ്റ്റ് അതിന് വരും. പിന്നെ ഒരു അലൂമിനിയം ഫാബ്രിക്കേഷനായിട്ട് നമുക്ക് ഒരിക്കലും ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതിലും കുറച്ചുകൂടെ ഹൈ ആയിരിക്കും. പക്ഷേ വർക്ക് ഒരു പ്രീമിയം റേഞ്ചിലേക്ക് വരുന്ന വർക്കാണ്. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് കൂടുവാണെങ്കിൽ അതനുസരിച്ച് പ്രൈസിൽ വേരിയേഷൻ വരും. അപ്പോൾ നമുക്കിതൊരു ഏറ്റവും മിനിമം ഒരു 42 സെൻറ്റിമീറ്റർ, അതായത് 40+2 അങ്ങനെയാണ് 42 വരുന്നത്. 40ൻ്റെ കർക്കേസും 2 സെൻറ്റിമീറ്ററോളം വരുന്ന ഡോറും, അങ്ങനെയാണ് 42 വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് 50-55 ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രൈസിൽ ഈ സെയിം തന്നെ പ്രൈസിൽ വ്യത്യാസം വരും. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഡ്രോയേഴ്സ് ആഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോഴും നമുക്ക് പ്രൈസ് കൂടുതലാവും. അപ്പോൾ അങ്ങനെ ഓരോ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ഇങ്ങനെ പ്രൈസിൽ വേരിയേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സ്ക്വയർ ഫീറ്റ് റേറ്റോ ഒന്നും ഒരു ഫിക്സഡ് ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ മിറർ യൂണിറ്റ് തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഓവർ റേറ്റിംഗ് വരാതെ ഒരു മിനിമൽ കാര്യങ്ങളായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു സ്റ്റോറേജ് സ്പേസ് വന്നാൽ കാണാൻ നീറ്റായിട്ട് അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.